ഹായ് ഗൈസ്, ഞാൻ നസ്രിൻ നിഹാൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ആവശ്യത്തിന് ശർക്കര, ആവശ്യത്തിന് വെള്ളവും അടുപ്പിൽ വെക്കാം. അത് കഴിഞ്ഞ് ശർക്കര നന്നായി അലിച്ചെടുക്കാം. അത് കഴിഞ്ഞ് വേറെ ചട്ടി വെക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. 4-5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിക്കാം. നന്നായി ബ്രൗൺ കളർ ആകുമ്പോൾ അങ്ങനെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് ആക്കാം. അത് കഴിഞ്ഞ് വെള്ളപ്പച്ചട്ടി വെക്കാം. എന്നിട്ട് വെള്ളപ്പപ്പൊടിയിൽ ശർക്കര ഉരുക്കിയതിടുക, യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം കറക്കുക. എന്നിട്ട് മൂടി വെക്കുക. അത് കഴിഞ്ഞ് മൂടി തുറക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ശർക്കരപ്പം റെഡിയായിട്ടുണ്ട്. പതുക്കെ എടുക്കുക. നല്ല വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് ഉള്ളിൽ താളിച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറേ അപ്പങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഞാനിവിടെ 30 ശർക്കര അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ശർക്കര അപ്പമാണോ ചക്കരപ്പമാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? എന്താണെങ്കിലും കമൻറ്റിൽ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ചട്ടിയിൽ എടുത്തിട്ടാണ് വെളിച്ചെണ്ണയും ഉള്ളിയും ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ശർക്കര അപ്പം. എനിക്കിവിടെ എല്ലാ ദിവസവും ഉണ്ടാക്കിത്തരും. ഞാൻ പറഞ്ഞൊക്കെ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിത്തരും. ഇവിടെ എൻ്റെ അനിയന് കാക്കക്ക് ഇഷ്ടമാണ്, എൻ്റെ അബ്ബാക്ക് ഇഷ്ടമാണ്, എൻ്റെ ഉമ്മക്ക് ഇഷ്ടമാണ്. പണ്ട് കാലത്ത് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എഴുന്നേറ്റ് അയക്കടയിൽ പോയി ഇത് വാങ്ങിക്കും. അപ്പോൾ ഈ അപ്പത്തിന് ഭയങ്കര മാൻഡാണ്. കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. പിന്നെ ഓരോരുത്തരും വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ എനിക്കത് വേണമെന്ന് തോന്നി. എനിക്കുമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ഉണ്ടാക്കി തരും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉമ്മയുടെ തത്തട മക്കളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല രുചിയാണെന്ന് അവർ പറയും. ഉമ്മ ഉണ്ടാക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്. വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇച്ചിരി വാശിക്കാരിക്കാണ്. പറയണത് അപ്പ വേണം. അപ്പ എൻ്റെ ഉമ്മി പാവം ഉമ്മി പറയുന്നതൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ അപ്പ ചുട്ട് അതിനാണ് കൈവച്ച് താമസമുള്ള അപ്പമാണ്. എന്നാലും വേണ്ടില്ല, അപ്പം കിട്ടുമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എനിക്ക് എക്സാമൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു ഞാൻ കയറാതിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ക്യൂട്ട് വീഡിയോ. ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. പാവം എൻ്റെ ഉണ്ണി. ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരും. അപ്പം കളയുമാറും ഒട്ടക്ക് ചുട്ടമായി, അമ്മായി ചുട്ടത് മരുമുളക്കായി, അമ്മായി പൊന്നമ്മായി. എനിക്ക് ഇത്ര ആളുള്ളൂ ഗൈസ്. അങ്ങനെ കുറേ ചുട്ട് അങ്ങനെ ഞങ്ങളുടെ അപ്പം ഇത്രയായി. തിരിച്ചും മറിച്ചും നോക്കൂ, നല്ല ഭംഗിയില്ല കാണാൻ. നല്ല ടേസ്റ്റാണ് ഗൈസ്. എൻ്റെ ഉമ്മ
വെച്ചുണ്ടാക്കിയതാണ്. സൂപ്പറാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടാ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഹെൽത്തി. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കിച്ചൺ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ.